ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര വളാഞ്ചേരി മുതൽ ആമസോൺ വ്യൂ പോയിൻ്റ് വരെയാണ്. വളാഞ്ചേരിയിൽ നിന്ന് തുടങ്ങി അങ്ങാടിപ്പുറം വഴി മഞ്ചേരി, തൃക്കലങ്കോട്, കാരക്കുന്ന്, എടവണ്ണയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒതായി ചാത്തനല്ലൂർ റോഡ് വഴി ആമസോൺ വ്യൂ പോയിൻറ്റിലെത്തി. എങ്ങനെ, നമുക്കൊന്ന് പോയാലോ? ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മളെടുക്ക പോണിപ്പോ? അമീറെടുക്ക പോണേ? ആമസോൺ വ്യൂ പോയിന്റ്. 6 മണിക്ക് പോയിട്ട് 1 മണിക്കൂർ. ചെറിയ കയറ്റാണ്, ചെറിയ കയറ്റം കയറിയിട്ട് ഇവിടെ ഇറങ്ങാം. സുന്ദരല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിലൂടെ ചെറിയ വഴികളിലൂടെ കയറിപ്പോയി. കാറായത് കാരണം നമുക്ക് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ സൈഡാക്കി പാർക്ക് ചെയ്ത് വീണ്ടും നടന്നു പോകണം. ഈ പോയിന്റിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ജീപ്പ് ഉണ്ട്. പെർ ഹെഡ് 200 രൂപ അപ്പ് ആൻഡ് ഡൗൺ. നടന്നു കയറാൻ തീരുമാനിച്ചു. ഗെറ്റ് റെഡി അല്ലേ? സെക്യൂറേ, കണ്ണു മോറൊക്കെ ഒന്ന് കാണട്ടെ. അസീബേ, ചെറിയ കയറ്റമായി തോന്നാം, പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും പെർ ഹെഡ് 200 രൂപ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ്. ആമസോൺ കാർഡുകളാണ് ഈ കാണുന്നത്. എങ്ങനെ ചിത്രീകരിക്കും? അന്നത്തെ ക്ലിപ്പ് ഇപ്പോഴും ബാക്കിയുണ്ട്. ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. അവിടെ നല്ല വ്യൂ ഉണ്ട്. ഈ സൈഡ്ക്ക് കണ്ടില്ലല്ലോ. ഈ ഒരു മനോഹാരിത കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ എത്തിപ്പെട്ടത്. കേറണ്ട്. ഫോട്ടോ എടുക്കണം. സെക്യൂർ അസിസ്റ്റന്റ് ക്യാമറ നല്ല വ്യൂ ആണ്. എന്താ വ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്?
അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടു ആമസോൺ വ്യൂ പോയിന്റിലേക്ക്. കാഴ്ചയുടെ ആഹ്ലാദം മാത്രമാണ് ബാക്കി, നമ്മുടെ സ്വന്തം ആമസോൺ വ്യൂ പോയിന്റ്. ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മനോഹാരിത കാറ്റും കൊണ്ട് പച്ചപ്പും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. താഴത്ത് ടീ സ്പോട്ടിൽ നിന്ന് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് അടിപൊളി ചായയും കഴിച്ച് തിരിച്ചിറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിലായത് കയറുന്നതിലും റിസ്ക് ഇറങ്ങാനാണെന്ന്. കാരണം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായ കാരണം നന്നായിട്ട് ഒഴുക്കലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ഇറങ്ങേണ്ട കാരണം മൊബൈലെല്ലാം പോക്കറ്റിൽ സേഫാക്കി വെച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.